കള്ളൻ തന്നെ കള്ളനെ കുറിച്ചുള്ള റിപ്പോർട്ട് എഴുതിയാൽ പിന്നെ വേഗം കൊടുക്കൂ. അങ്ങ് കേൾക്കൂ. ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ സാധാരണഗതിയിൽ വരുന്നത് ലോ ആൻഡ് ഓർഡർ DGPക്കാണ് സാധാരണ കൊടുക്കുക, ഇത്തരം അന്വേഷണങ്ങൾ നടത്തുക. ഇനി അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് ADGP അജിത് കുമാറിനെതിരെ ഇത്രയധികം ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നിരുന്നില്ല. ഇപ്പോൾ DGPയുടെ തന്നെ നിർദ്ദേശം. ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ വൈകിപ്പോയത് വലിയ അപകടകരമായൊരു കാര്യമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഞങ്ങളെ വൈകിപ്പോയതിന് കല്ലെറിയുമ്പോൾ പ്രഖ്യാപിച്ചതിനെ ശ്ലാഘിക്കുന്നില്ല, അന്ന് തന്നെ അംഗീകരിച്ചതിനെ മാറ്റുന്നതിനെ ശ്ലാഘിക്കുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ADGP അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആ റിപ്പോർട്ട് സർക്കാരിന് സ്വീകാര്യമല്ലെന്നേ. ഇത് സർക്കാർ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നതാണ് നമ്മുടെ ചോദ്യം. റഹീം, ഈ ADGP അജിത് കുമാർ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നോ? പൂരം കലക്കിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഇത് തിരിച്ചറിയാതെ ആഭ്യന്തര വകുപ്പിന്റെ സ്ഥാനത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രി തുടരുക? അതാണ് ചോദ്യം. ആ ചോദ്യം ഗൗരവമേറിയ ചോദ്യമാണ്, വൈകിയ വിഷയമല്ല. ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏൽപ്പിച്ചത് ആരെയാണോ അയാൾ തന്നെയാണ് ഈ പൂരം കലക്കലിലെ പ്രധാന ഉത്തരവാദി എന്ന് പ്രതിപക്ഷവും PV അൻവറും പറയുന്നു. അതിന്ന് മുഖ്യമന്ത്രിയും ഭാഗികമായി സമ്മതിക്കുന്നു. അങ്ങ് കേൾക്കൂ. അദ്ദേഹത്തിനുണ്ടായിരുന്നത്, നിങ്ങൾ അങ്ങനെ മാത്രം അതിനെ കാണരുത്. നിങ്ങൾക്ക് എല്ലാ പാപഭാരം കൂടി ഒരാളുടെ മുകളിൽ കെട്ടിവെച്ച് അയാളെ കല്ലെറിഞ്ഞ് ഓടിക്കുക. കല്ലെറിയേണ്ടിയാണെങ്കിൽ കല്ലെറിഞ്ഞോളൂ, ആരോപിക്കൂ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അതിനേക്കാൾ ഗുരുതരമായ കാര്യമല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു അജിത് കുമാറിനെ മാത്രം പുള്ളി തൊട്ടാണോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്? അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നിട്ടും അവിടെ ചെല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ വീഴ്ച കുറേ കൂടി പരിശോധിക്കാൻ DGP ഏൽപ്പിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? വളരെ ആസൂത്രിതമായി കേരളത്തിൻ്റെ പൊതുവിലുള്ള സാമൂഹ്യ അവസ്ഥയെയും സന്തുലിതാവസ്ഥയെയും തെറ്റിക്കുന്നതിനുള്ള ഒരു ആസൂത്രണം നടന്നിരുന്നു. അതിനെന്ത് ചെയ്തു? ഒരിക്കലും നടത്താനും പോലീസിന് അംഗീകരിച്ചു കൊടുക്കാനും കഴിയാത്തതുമായ ആവശ്യങ്ങൾ വിവിധ കമ്മിറ്റികളും ഇതിന് പൂർവ്വമായ ഇടത്തിൻ്റെ സംഘാടകരും ആവശ്യപ്പെടാൻ തുടങ്ങി. അവിടം മുതൽ ഗൂഢാലോചനയുടെ ആഴമുണ്ടെന്നാണ് വളരെ കൃത്യമായി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്വേഷണം പുരോഗതിയിലിരിക്കുന്ന, വീണ്ടും അന്വേഷണം നടത്താൻ വിശദമായി പറഞ്ഞ ത്രിതല അന്വേഷണം നടത്തുന്ന ഒരു കാര്യത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ പരിമിതിയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം വെളിച്ചം വീശിയ കാര്യം, ഒരു അജിത് കുമാർ അങ്ങോട്ട് ചെല്ലുന്നു, ഇതെല്ലാം കൂടി പൊളിച്ചു എന്നല്ല. നിങ്ങൾ അതിനെ അങ്ങനെ ചെറുതായി കാണരുത്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളികളും യഥാർത്ഥ ഗൂഢാലോചനയുടെ വ്യാപ്തിയെയും നമ്മളായി കുറച്ചു കൊടുക്കുന്നത്. വളരെ ആദ്യമേ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ ഞാൻ കല്ലെറിയുന്നില്ല, അങ്ങ് പൂമാലയും ഇടരുത്. കാരണം അരുണെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങ് പൂമാല ഇടാൻ ശ്രമിച്ചത് ആർക്കാണ്? അതുകൂടി അങ്ങ് ശ്രദ്ധിച്ചോ. അങ്ങയുടെ നിശബ്ദമായി പൂമാല ഇട്ടത് ആർക്കാണ്? ഇവിടെ മുഖ്യമന്ത്രി. അങ്ങ് എന്താണ് അതിൽ കണ്ടത്? അജിത് കുമാറിന്റെ വീഴ്ച അന്വേഷിക്കട്ടെ. മന്ത്രിസഭാ യോഗമാണ് സംസാരിച്ചത്, ചർച്ച ചെയ്തത്. എന്നിട്ട് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണത്തിൽ വിശദമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് കെ രാജൻ നമുക്കറിയില്ലേ, CP ചെലുത്തിയ സമ്മർദ്ദം അറിയില്ലേ, പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന സമരം കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ കാണാതെ മുഖ്യമന്ത്രിയുടെ ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ അധിക നേരം സംസാരിച്ചു. അങ്ങ് പറഞ്ഞ വിഷയത്തിൽ എനിക്ക് പ്രതിനിധിയുടെ മറുപടി കൂടി എടുക്കണം. ഒരു നിമിഷം. ഒറ്റ നിമിഷം അവസാനിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞതിനകത്തൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ RSSന്റെ ശിങ്കടിപ്പണി ചെയ്ത് ഈ അജിത് കുമാർ ഇതെല്ലാം കലക്കി എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അതാണല്ലോ നിങ്ങളിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ്. അജിത് കുമാറിൻ്റെ വീഴ്ച നമുക്ക് പരിശോധിക്കാം. അജിത് കുമാറിൻ്റെ അക്കാലത്ത് നമ്മൾ ആരും എടുക്കുന്നില്ല, വെള്ളപൂശണ്ട, ഒക്കെ ശരി. പക്ഷേ ഇന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ വന്ന റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് RSSും സംഘപരിവാരവും നേരത്തെ കുട്ടി പൂരം കലക്കാൻ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടിരുന്നു എന്ന് ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ ബാലിശമാണ്, മോശമാണ്, കള്ളൻ്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചു എന്ന വാദത്തെ അത് റദ്ദാക്കുകയല്ലേ ചെയ്യുന്നത്? ഈ RSSന്റെ ഇടപെടലുകളിലേക്ക് വെളിച്ചം വീശുന്നത് ഇന്നത്തെ നിങ്ങൾ ഈ പരാമർശിക്കുന്ന റിപ്പോർട്ടിലൂടെയാണ് സാർ. ആ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഗവൺമെൻറ് അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ആ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ ത്രിതല അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു.
നോക്കൂ, അങ്ങനെ കാണണ്ടേ അതിനെ? അല്ലല്ല, നോക്കൂ, നമ്മുടെ കൺമുന്നിൽ നിരാകരിക്കാൻ പറ്റാത്ത ഒരുപാട് വസ്തുതകളുണ്ട്. ഇനി ADGP എത്ര ശ്രമിച്ചാലും എത്ര വെള്ള പൂശിയാലും പൂശാനാവാത്ത ഒരുപാട് കളങ്കങ്ങൾ ഈ തൃശ്ശൂർ പൂരത്തിലുണ്ട്. അത് ADGPക്ക് റിപ്പോർട്ടായി കൊടുത്തേ. അതാണ് ഞാൻ സുരേഷിനോട് ചോദിച്ചത്. സേവാഭാരതിയുടെ ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി വന്നത് എങ്ങനെയാണ് ഒരു ADGPക്ക് വെള്ള പൂശാൻ കഴിയുക? പക്ഷെ അവിടെ വെള്ള പൂശി സമർത്ഥമായി അദ്ദേഹം അത് ദേവസ്വം ബോർഡിന്റെയും പിന്നെ ഈ അനാവശ്യമായി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ച കമ്മിറ്റികളുടെയും ഒക്കെ പുറത്തിട്ടു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ റിപ്പോർട്ട് നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ പ്രാഥമിക വിവരങ്ങളും ലഭ്യമല്ല. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു നിമിഷം ഒരൊറ്റ നിമിഷം. കോൺഗ്രസ് പ്രതിനിധിയോട് കൂടിയാണ് ചോദ്യം. അരുണേ, ഇവിടെ കോൺഗ്രസ് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നല്ലോ. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അന്വേഷണ കമ്മീഷൻ നടത്തിയല്ലോ. ആ അന്വേഷണത്തിന്റെ ഫൈൻഡിങ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ ഈ വിഷയത്തിൽ തന്നെ നിൽക്കുന്നു. അതിനുള്ള മറുപടി കൂടി പറഞ്ഞു.